ഒരു തവണ അബദ്ധം പറ്റിയവർക്ക് മനസ്സിലാവും എന്തായിരുന്നു ഞങ്ങൾ പറയുന്നത്. പുതിയതായിട്ട് വരുന്നവരാക്കിയാൽ ഇപ്പോൾ അത്രയും മനസ്സിലാവണം. ഡോക്ടർ ഫിൽടെക് വാട്ടർ കൺസൾട്ടന്റ്, അതാണല്ലോ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. അതെങ്ങനെയാണ് സ്വീകരിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ നല്ല സിമിലാരിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എക്സാക്റ്റ് എന്താണോ പ്രശ്നം അത് പറഞ്ഞാലേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വാട്ടർ ഫിൽറ്ററും വാട്ടർ ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഒരു ഡിവിഷനാണ് വാട്ടർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റും. പണ്ട് ഞാൻ പറയല്ലോ മൺകുടത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ്, അതൊരു ഫിൽട്രേഷൻ മെത്തേഡാണ്. അത് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഡിവിഷനാണ്. അത് അങ്ങനെയുള്ള ഒരു ഫിൽട്രേഷൻ ചെയ്യാനായിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു വാട്ടർ പ്രൊഫഷണലിനെ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മലിനമായ ഒരു ജലത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? ഈ വെള്ളം ചീത്തയാണ് എന്നുള്ള നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റും? ചില സിംറ്റംസ് എന്ന് വെച്ചാൽ ഇപ്പം ബാത്റൂമിലേക്ക് കറ ഒക്കെ പിടിക്കുക, ടൈലിൽ പിടിക്കുക, അല്ലെങ്കിൽ ക്ലോസറ്റുകളൊക്കെ ആയാലും പെട്ടെന്ന് കളർ ഒരു യെല്ലോയിഷ് കളറിലേക്ക് അങ്ങ് പോകും. പിന്നീട് നമ്മുടെ ഫുഡൊക്കെ ആണെങ്കിലും ചോറൊക്കെ പെട്ടെന്ന് ചീത്തയാവുക, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണിക്കും. ഒന്നും നമുക്ക് ഈ ഡേ ടു ഡേ പൊല്യൂഷൻ നല്ല രീതിയിൽ കൂടുമല്ലേ എന്ന് വെച്ചിട്ട് ഒരു വെള്ളം കാഴ്ചയിൽ ക്ലിയർ ആണെന്ന് വെച്ചിട്ട് അതിനകത്ത് പ്രശ്നമില്ല എന്നർത്ഥമില്ല. ഗവൺമെൻറ് സൈഡിൽ നിന്നായാലും വീടുകളിൽ മഴക്കാലത്തൊക്കെ ആയാലും വെല്ല് ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് ചെയ്യാറുണ്ട് എല്ലാവരും വന്ന്. നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്നത് തീർന്ന് ഈ വർഷത്തെ പരിപാടി മൊത്തം കഴിഞ്ഞിനി ഒന്നും വേണ്ട, അപ്പോൾ ക്ലോറിനേറ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ശരിയാണ്, ബാക്ടീരിയ ക്ലോറിനേറ്റ് ചെയ്താൽ മതി. പക്ഷേ ആ കിടക്കുന്ന വെള്ളം മാത്രമേ അതുകൊണ്ട് നശിക്കപ്പെടുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട്, കുഴൽ കിണർ, അങ്ങനെ പല കാര്യങ്ങൾ. എത്രത്തോളം സുരക്ഷിതമാണ് ഇതെല്ലാം? നമുക്ക് എല്ലാ വെള്ളത്തിനും ഗുണമുണ്ട് ദോഷമുണ്ട്. കാഴ്ചയിൽ അവർക്കത് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റണം. സ്മെല്ല് ചെയ്യുമ്പോൾ ബാത്ത് ചെയ്യുമ്പോഴൊക്കെയായാലും സ്മെല്ലുണ്ടെങ്കിൽ പ്രശ്നമാണ് കസ്റ്റമർ. അതിൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. ടേസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം. ഈ പല രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ പലതും ഹൈഡ് ചെയ്യേണ്ടി വരും. ഡിസഡ്വാൻറ്റേജ് ചിലപ്പോൾ ഒന്നും താത്തു പിടിക്കേണ്ടി വരും. കൺസൾട്ടൻസി ആണ് അത് വേണ്ട, കറക്റ്റ് പറയാം. കല്ലിൻ്റെ അടുത്തുനിന്ന് വരുന്ന വെള്ളം എന്നൊക്കെ പറഞ്ഞ് നല്ല വെള്ളമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പാറയുടെ ഇടയ്ക്ക് നിന്ന് വരുന്ന വെള്ളം നല്ല വെള്ളമാണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുമ്പോഴും ഈ പാറയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴായാലും അവിടെയും സെപ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതെങ്ങോട്ട് പോകും? എർത്തായി പോകാൻ സോഴ്സില്ല, പ്രോപ്പർ എർത്തിങ് നടക്കത്തില്ല. അപ്പോഴും ഈ പാറകളുടെ സർഫസിലൂടെ തന്നെയാണ് മറ്റ് സോഴ്സിലേക്കൊക്കെ ഇത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ആ വെള്ളമാണ് മറ്റൊരാൾക്ക് മറുവശത്തൂടെ കിട്ടുന്നത്. അതാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. എല്ലാവരും അതിനെ പറ്റിയിട്ട് ഇപ്പോഴേ ബോധേഡായി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വെള്ളം റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഇപ്പം പ്രായമുള്ളവർ കഴിക്കുന്ന മെഡിസിനുകൾ പോലുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും.